IFFK കഴിഞ്ഞ 29 വർഷം കഴിഞ്ഞത് 30ാമത്തെ എഡിഷനിലേക്ക് മാറുമ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഈ സിനിമകൾ കാണണമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. കാരണം അവരെ സംബന്ധിച്ചോളം മറ്റൊരു ഫെസ്റ്റിവലിലും കിട്ടാത്ത തരത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും പാക്കേജുകളടക്കം സിനിമകൾക്ക് വേണ്ടി പുതിയ കാലത്തിൻ്റെ പുതിയ സിനിമകൾ ഉണ്ടായി വരുന്നത് ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയാനുള്ളൊരു വളരെ കൃത്യമായ ഒരു ധാരണയോടുകൂടി അത് നടക്കുന്നത് അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് വരുന്ന ഒരു ജനറേഷൻ ഈ സിനിമ കാണാനുണ്ടാവുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാതന്ത്ര്യബോധത്തോടുകൂടി ചലച്ചിത്രങ്ങളെ സമീപിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഈ IFFK ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. അല്ല, ഇപ്പോൾ വരാൻ പോകുന്ന വെച്ചാൽ 30 എഡീഷൻ്റെ 29 എഡീഷൻ്റെ ഫെസ്റ്റിവൽ ഏതെല്ലാം രീതിയിലായിരുന്നു എന്നുള്ളൊരു മ്യൂസിയം, ഒരു ആർക്കൈവ്സ് സ്വഭാവം ഇന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ആയിരുന്നു ഈ സിനിമാ മേഖലയിലും ഈ സിനിമാ ഫെസ്റ്റിവലുകളും കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു പലതരത്തിലുള്ള പാക്കേജുകളും ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്നുള്ള സിനിമകളുണ്ടാകുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും അതിനെ ദൂരീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ജനതയുടെ സർവൈവൽ സ്വഭാവത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് വരുന്നുണ്ട്. അത് ഇനിയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും ഈ IFFIയുടെ ഒരു സ്വഭാവത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ അല്ല IFFK. കാരണം വെച്ചാൽ കുറച്ചുകൂടി ജനകീയ സിനിമകൾ കണ്ടിട്ട് ആളുകളോട് നേരിട്ട് സംവദിക്കുന്ന തരത്തിലേക്ക് വെറും നമ്മളൊരു ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നിട്ട് തിരിച്ചു പോകുന്നതല്ലാതെ ചർച്ച ചെയ്തു പോകുന്ന ഒരു പ്രേക്ഷക സമൂഹം ഈ ഫെസ്റ്റിവലിനുണ്ട് എന്നുള്ളത് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ കാലത്തും ഒരു കാലത്തേക്കേണ്ടത് ഈ എല്ലാ ഫെസ്റ്റിവലുകളും ഈ ചെറുപ്പക്കാരുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അന്നും പ്രായമായവരുണ്ടായിരുന്നു. ഇന്നും പണ്ട് വന്ന കക്ഷികൾ, ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് നേരം മുമ്പേ എന്നോടുകൂടി സംസാരിച്ച കക്ഷികളും എത്രയോ കാലമായിട്ട് ഫെസ്റ്റിവലിന് വന്നിട്ടുള്ള സീനിയർ സിറ്റിസൺസ് അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ എല്ലാ കാലത്തും പുതിയ ജനറേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ പുതിയ ജനറേഷൻ തന്നെയാണ് ഈ ഫെസ്റ്റിവലിൻ്റെ വിജയമായിട്ടുള്ളത്. ആ പുതിയ ജനറേഷനിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണുക മാത്രമല്ല, ആ സിനിമയെക്കുറിച്ച് പുറത്തിറങ്ങി വലിയ തോതിൽ ചർച്ച നടത്തുന്ന പുതിയ ജനറേഷനുണ്ട്. ആ പുതിയ ജനറേഷൻ പഴയ ആളുകൾ തമ്മിലൊരു മീറ്റ് ജനറേഷൻ എന്ന് പറയാവുന്ന തരത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ പുതിയ കാലത്തെ സിനിമകൾ ഉണ്ടാകുന്നതിന് ഗുണകരമായി മാറുന്നുണ്ട്.